പരിസ്ഥിതിയെ കുറിച്ചിട്ടുള്ള കേരളത്തിന്റെ ബോധം എത്രമാത്രം റൊമാൻറ്റിക് ആണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞൊരു സമയമാണ്. ആ സമരം നടക്കുന്ന സമയത്താണ് സുഗതകുമാരി ടീച്ചറിന്റെ ലേഖനം വരുന്നത്. മാതൃഭൂമി പത്രത്തിലാണെന്ന് തോന്നുന്നു. ആ ലേഖനത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, മക്കളെ നിങ്ങൾ കാട്ടിൽ നിന്ന് ഇറങ്ങണം എന്നായിരുന്നു ടൈറ്റിൽ. അടുത്ത് അവർ ആവശ്യപ്പെട്ടത് കാടാണ്, കാട് സംരക്ഷിക്കേണ്ടതാണ്, നിങ്ങൾ അതിനകത്ത് കയറി താമസിക്കരുത്, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടൊരു ലേഖനമായിരുന്നു. എൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആരോടെയും പറയുന്നു, എത്രയോ കാലമായിട്ട് കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരോടാണ് ഈ പറയുന്നത് നിങ്ങൾ കാട്ടിൽ നിന്ന് ഇറങ്ങണം. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇവർ കയറി താമസിക്കുന്ന കാട്ടിലേ അല്ല, അതൊരു യുക്കാലി തോട്ടാണ്. ഫോറസ്റ്റ് നമ്മൾ പറയുന്നത് നിയമപരമായിട്ട് ഫോറസ്റ്റ് ആണെന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ സാങ്കേതിക അത് അവിടുത്തെ ആവാസ വ്യവസ്ഥ എന്നുള്ള നിലക്ക് ഉള്ള നിലക്കല്ല. അപ്പൊ ആ യുക്കാലി തോട്ടത്തിൽ നിന്ന് ഇറങ്ങണം എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള വളരെ കാൽപ്പനികമായിട്ടുള്ള നമ്മുടെ ഒരു പരിസ്ഥിതി ബോധത്തെ മുൻനിർത്തിയിട്ടാണ് അതിനകത്ത് ഇടപെട്ടത്. ആ പരിസ്ഥിതിക്കകത്ത് ഇവരില്ല, ഈ ആദിമ നിവാസികളില്ലാത്ത അങ്ങനെ സുന്ദരമായി നിൽക്കുന്ന ഒരു കാടിനെ കുറിച്ചിട്ടുള്ള ഒരു സങ്കല്പത്തിൽ നിന്നാണ് ആ തരത്തിലുള്ള എഴുത്തുണ്ടാവുന്നത്. നിറയെ മലകളും അതിനിടയിൽ കുഴികളും അല്ലെങ്കിൽ ആഴങ്ങളും ഉള്ള ഒരു പ്രദേശത്തെ മലയാളം എന്ന് വിളിക്കുകയും പിന്നീട് അത് മലയാളമായി മാറിയെന്ന് സാറ് എഴുതിയിട്ടുണ്ട്. ആ എഴുത്തിൽ നിന്നാണ് ഞാൻ മലയാളം എന്നുള്ളൊരു വാക്ക് ഞാൻ പരിചയപ്പെട്ടത്. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും മലയാളികൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മുടെ നാടിനെ പ്രകീർത്തിച്ച് പറയുമ്പോഴും നമ്മുടെ ഭൂപ്രകൃതിയെയും ആവാസ വ്യവസ്ഥയും ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ ശരിക്കും അറിഞ്ഞിട്ടുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. മാത്രമല്ല ഈ ഭൂപ്രകൃതിയുടെ കാരണം കൊണ്ട് ലഭ്യമാവുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. നേരത്തെ പറഞ്ഞ പോലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവർ തൊട്ട് ചുറ്റുമുള്ള പ്രകൃതിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഉദാഹരണത്തിന് നിങ്ങളെ സംബന്ധിച്ച് കുട നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്ക് ചേമ്പ് ഇല ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ചേമ്പ് അവിടെ വളരുണ്ടോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുറിയിൽ ഒരു കലണ്ടർ തൂങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സീസൺ മാറുന്നതിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മഴക്കാലം കഴിഞ്ഞ് ഒരു ശരത്കാലത്തേക്ക് എത്തുന്നു, അല്ലെങ്കിൽ തണുപ്പ് കാലം വരുന്നു, അല്ലെങ്കിൽ ശേഷം വേനലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഈ ഷിഫ്റ്റ് ഒന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പുറത്ത് ധാരാളം ആ സമയത്ത് പൂക്കുന്ന മരങ്ങൾ പൂക്കുന്നുണ്ടാവും. കുറച്ച് മുന്നേ എല്ലായിടത്തും പാല പൂക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പലർക്കും അതിൻ്റെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് നമുക്കൊരു കലണ്ടർ ഉണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമുക്ക് ഡേറ്റ്സ് ഒക്കെ അതിനകത്ത് കൃത്യമായിട്ട് നോക്കാം. ഇത് നോക്കിയിട്ട് നമുക്കത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുക, നമ്മൾ ജൂൺ ആദ്യം കാലവർഷം വന്നില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞില്ല എന്ന് വരും. പക്ഷെ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ, അത് ആ സമയത്ത് മഴ വന്നിട്ടില്ലെങ്കിൽ അത് ബാധിക്കുന്ന വേറെ കുറേ സംവിധാനങ്ങൾ ചുറ്റുപാടുമുണ്ട്. ആ ലിങ്കേജുമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലാതാവും. ഉദാഹരണത്തിന് വേനൽ മഴ വരുന്ന സമയത്ത് തളിർക്കുന്ന മരങ്ങളുണ്ട്. ആ തളിർക്കുന്ന വേനൽമഴ കുറച്ച് മുന്നേ വരികയാണെങ്കിൽ മരങ്ങൾ അപ്പം തന്നെ തളിർക്കും. ആ മരത്തിൻ്റെ ഇലയിൽ മുട്ടയിടാനായിട്ട് വരുന്ന ശലഭങ്ങൾ വരുന്ന സമയത്ത് ആ ഇല മൂത്ത് പോയിട്ടുണ്ടാവും. മൂത്തുപോയ ഇലയിൽ അവർക്ക് മുട്ടയിട്ടിട്ട് കാര്യമില്ല, കാരണം വിരിഞ്ഞ് വരുന്ന കുഞ്ഞു പുഴുക്കൾക്ക് ഈ തളിരിലയെ തിന്നാൻ പറ്റില്ല. ഇനി മഴ വൈകിപ്പോയി കഴിഞ്ഞാൽ ഇവർ മുട്ടയിടാൻ വരുമ്പോൾ അവിടെ തളിരില ആയിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആ ശലഭങ്ങൾക്കും ധാരാളം ഷഡ്പദങ്ങൾക്കും മുട്ടയിടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വളർന്ന് വലുതായി പുഴുക്കൾ വലുതാവുന്ന സമയത്ത് ആ പുഴുക്കളെ തിന്ന് ജീവിക്കേണ്ട ധാരാളം പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട്. അവർക്കുള്ള ഭക്ഷണമാണ് നഷ്ടാവുക. അങ്ങനെ ഇവരെ തിന്നുന്ന ജീവിക്കുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതായാൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാംസഭുക്കുകളായിട്ടുള്ള പക്ഷികളുണ്ട്. അവരുടെ പ്രജനനകാലം സിൻക്രണൈസ് ചെയ്തിട്ടുള്ളത് മറ്റു പക്ഷികളുടെ കുഞ്ഞുങ്ങൾ വലുതാവുന്ന സമയം അനുസരിച്ചാണ് അവർ വിരിയുക. കാരണം അവർക്ക് ഭക്ഷണം ആവാനുള്ളവരാണ്. ഈ തരത്തിൽ സിൻക്രണൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനം അങ്ങനെ താഴെ വീടും പൊടിഞ്ഞു പോകും. മഴയുടെ കാലം മാത്രം മാറിയാൽ മതി. ആ സാധനം സംഭവിച്ചു കഴിഞ്ഞു. കാലവർഷം വല്ലാതെ വൈകി വരുന്നു. ഓഗസ്റ്റ് മാസം ഭീകര മഴയായിട്ട് മാറിയിരിക്കുന്നു. കാലവർഷവും തുലാവർഷവും തമ്മിലുള്ള അകലം കുറഞ്ഞു വന്ന് ചില സമയത്ത് അകലം നമുക്ക് കാണാനേ പറ്റാത്തായിരുന്നു. ഡിസംബറിലടക്കം മഴ പെയ്യുന്ന അവസ്ഥ വരുന്നുണ്ട്. ഈ തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നിരീക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് നമ്മുടെ ജീവിതമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ബന്ധങ്ങളുടെ ആവശ്യമില്ല. നിങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു കലണ്ടറിൽ നോക്കിയിട്ട് ജനുവരി
5-ാം തീയതി 6-ാം തീയതി അല്ലെങ്കിൽ ജൂൺ എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെയുള്ള കുറേ അക്കങ്ങൾ മാത്രമായിട്ട് ദിവസങ്ങൾ മാറുന്ന സമയത്ത് നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാതാവുന്നു. എന്നാൽ അത് നേരിട്ട് ബന്ധമായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതം വലിയ അപകടത്തിലേക്ക് പോകുന്നുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ 2-3 വർഷങ്ങളിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ പെട്ടെന്ന് രാവിലെ റേഡിയോയിൽ പറയും ഇന്ന് കടലിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്, വലിയ തിരമാലകൾ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇന്ന് മത്സ്യത്തൊഴിലാളികളാരും കടലിൽ പോരുത് എന്ന് പറയും. കാരണം അവർ പ്രകൃതിയായിട്ട് ചേർന്ന് ജീവിക്കുന്ന ആളുകളാണ്. അതിനകത്തുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും അവരെ ബാധിക്കും. എന്നാൽ നമുക്ക് മലമുകളിൽ അത് പറ്റുന്നില്ല. മലമുകളിലൊരു പ്രശ്നം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാറി താമസിക്കണമെന്ന് നമുക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വയനാട് ഹ്യൂമൻ സെൻ്ററൊക്കെ ശ്രമിച്ചിട്ട് ലോക്കലായിട്ടുള്ള ധാരാളം റെയിൻ ഗേജസ് ഒക്കെ വെച്ചുകൊണ്ട് ആ തരത്തിലുള്ള ശ്രമം കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ആ തരത്തിലുള്ള ആളുകളെ നേരെ ഇൻഫോം ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ ഈ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ബാധിക്കുന്നവരായിട്ട്. ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഇത് അവരുടെ ദേഹത്തെ സ്പർശിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പരിസ്ഥിതി സംരക്ഷിക്കപ്പെടില്ല, അവിടുത്തെ ടോപ്പോഗ്രഫി സംരക്ഷിക്കപ്പെടില്ല, അവിടെയുള്ള മലകളും പുഴകളും ചെടികളും മരങ്ങളും ഒന്നും തന്നെ സംരക്ഷിക്കപ്പെടില്ല, ജലം സംരക്ഷിക്കപ്പെടില്ല. ജലമൊക്കെ അത്തരത്തിൽ വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടൊരു എൻറ്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരികയാണ്, ഇത് എവിടെ നിന്നാണ് വരണമെന്ന് അന്വേഷിച്ച് ആരും പോകുന്നില്ല. ഇത് വരുന്ന വഴിക്ക് ഇത് ഏതൊക്കെ വഴിയിലൂടെ പോയിട്ടുണ്ട്, അതിനകത്ത് എന്തൊക്കെ മാലിന്യങ്ങൾ കലർന്നിട്ടുണ്ട്, അത് എത്രമാത്രം സുരക്ഷിതമാണെന്ന് നമുക്ക് ഒരു പിടിയിൽ കിട്ടുന്നില്ല. കേരളത്തിലെ എല്ലാ വലിയ ടൗണുകളും, നമുക്ക് വലിയ സിറ്റികളില്ല, വലിയ ടൗണുകൾ നമുക്ക് വിളിക്കാവുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നത് കാട് സംരക്ഷിക്കുന്ന വെള്ളത്തിൻ്റെ മേലെയാണ്. ഇപ്പോൾ തൃശ്ശൂർ, നമ്മളിത് സംസാരിക്കുന്നത് തൃശ്ശൂർ നിന്ന് പോകുന്നത് പീച്ചിയിലുള്ള ഡാമിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ മേലെയാണ്. അവിടെ നിന്നുള്ള പൈപ്പിൽ വെള്ളം ഇങ്ങോട്ട് വരുന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ തൃശ്ശൂരിലുള്ള മുഴുവൻ ആളുകൾ ജീവിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിലെ മഴ എവിടെയാണ് പോകുന്നത്? തൃശ്ശൂരിലെ മഴവെള്ളം എവിടെ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ തൃശ്ശൂർ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഇതൊന്നും അയാളുടെ അജണ്ടയിൽ വരുന്ന കാര്യമല്ല, അയാൾക്ക് ചിന്തിക്കേണ്ട കാര്യമല്ല. അയാൾക്ക് മഴ എപ്പോൾ വന്നാലും കുഴപ്പമില്ല, മഴ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, മഴ വന്നിട്ടില്ലെങ്കിൽ അത്രയും സന്തോഷം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറാണ്. അപ്പോൾ ആ തരത്തിലുള്ള പ്രകൃതി എന്നുള്ളൊരു വിച്ഛേദനം വലിയ തോതിൽ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വിച്ഛേദിക്കപ്പെടാത്ത മനുഷ്യർ വലിയ തോതിൽ പ്രയാസത്തിൽ പെടുകയും ചെയ്യുന്നുണ്ട്. സാറിൻ്റെ എഴുത്തുകളിൽ വളരെ പ്രത്യക്ഷത്തിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആദിമ നിവാസികളോട് സ്റ്റേറ്റും ആധുനിക മനുഷ്യരും കാണിക്കുന്ന നെറേടുകളോടുള്ള ക്ഷോഭം, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾ. എങ്ങനെയാണ് ആദിമ നിവാസികളുമായിട്ട് ഇത്രയും അടുത്ത ബന്ധവും അവരുടെ സംസ്കാരത്തോടുള്ള ബഹുമാനവും സാറിൽ രൂപപ്പെട്ടു വന്നതെന്ന് പറയാം? അതിൻ്റെ കാരണം പറഞ്ഞാൽ സത്യത്തിൽ ജീവിതത്തിൽ പല സമയത്തും അവരുടെ അറിവിൻ്റെ മുന്നിൽ എൻ്റെ അറിവ് ഒന്നും അല്ലാതായി പോയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അറിവ് എത്ര നിസ്സാരമാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന മനുഷ്യരാണ് ആദിമ നിവാസികൾ. പല അനുഭവങ്ങളും. ഇപ്പോൾ ഒരിക്കൽ നമ്മളൊരു തൈയുടെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആദിമ നിവാസിപ്പെട്ട ഒരു സ്ത്രീ വലിയ തോതിൽ വഴക്കുണ്ടാക്കുകയാണ്. അവരുടെ അടുത്ത് അവർ നന്നാക്കി, അവർ പറിച്ചെടുത്ത് നഴ്സറിയിൽ നിന്ന് പറിച്ചെടുത്ത് വൃത്തിയാക്കിയ തൈ നമ്മൾ വാങ്ങുകയാണ്. ഒരു തൈ അവർക്ക് ക്ലീനാക്കി ക്ലീനാക്കി നമുക്ക് തരുന്ന സമയത്ത് നമ്മൾ അവർക്ക് 25 പൈസയാണ് ഒരു തൈക്ക് കൊടുക്കുക. അപ്പോൾ ഇത് എടുക്കുന്ന സമയമായപ്പോൾ അവർ വല്ലാതെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ സ്റ്റാഫ് പോയിട്ട് ഇത് തരംതിരിക്കുന്നുണ്ട്. അതായത് നല്ല സൈസ് ഉള്ളതും അല്ലാത്തതും. അപ്പം നല്ല സൈസ് ഉള്ളത് മാത്രമേ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ, ബാക്കി നമ്മൾ കളയാണ്. അപ്പോൾ ഇവരിങ്ങനെ ബഹളം ഉണ്ടാക്കട്ടെ. അപ്പം ഞാൻ വിചാരിച്ചു ഇവർ നമ്മൾ മാറ്റി വെക്കുന്ന ചെറിയ തൈക്ക് പൈസ കൊടുക്കില്ല എന്ന് വിചാരിച്ചായിരിക്കും അവർ വഴക്കുണ്ടാക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കുഞ്ഞപ്പ നമ്മൾ വിളിക്കുന്ന മുഹമ്മദിനെ വിളിച്ചിട്ട് പറയും, മുഹമ്മദ് അവരോട് പറയും, അവർ പറിച്ചതിനൊക്കെ നമ്മൾ പൈസ കൊടുക്കും, പിന്നെ കൊണ്ടുപോകണം നമുക്ക് സൗകര്യമുള്ളേ കൊണ്ടുപോകുള്ളൂ, കാരണം നമുക്ക് സൈസില്ലാത്ത കൊണ്ടുപോയിട്ട് കാര്യമില്ല. അവരോട് പ്രശ്നം തീരുന്നേ കാര്യം. മുഹമ്മദ് അവിടെ പോയി ഇത് പറഞ്ഞോടുകൂടി ഭീകര പ്രശ്നമായി. എന്ത് തയ്യായിരുന്നത്? തേക്കിൻ്റെത്. അപ്പോൾ ഞാനിപ്പോൾ ചെന്ന് നേരിട്ടാണ് ചോദിച്ചു. അപ്പോൾ ഒരു ഭാഷ അത്ര അങ്ങനെ മനസ്സിലാവാൻ പറ്റാത്തതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവും. ഇവർ വല്ലാതെ വയലൻ്റ് ആവുന്നുണ്ട്. ഞാനപ്പോൾ ചോദിച്ചു എന്താ പ്രശ്നം, നിങ്ങൾക്ക് എന്താ കുഴപ്പം, നിങ്ങൾ ചെയ്ത പണിക്ക് പൈസ തരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞൊരു മറുപടി തന്നെ ഉണ്ട്. ആ മറുപടി കേട്ട സമയത്ത് സത്യത്തിൽ ഈ ഭൂമി പിളർന്ന് അങ്ങ് താഴേക്ക് പോയാൽ മതി എന്ന് എനിക്ക് തോന്നി. അവർ പറഞ്ഞ കാര്യം ഇതാ, ഇവിടെ ഈ വിത്ത് പാകിയത് ഞങ്ങളാണ്, താഴെ പുഴയിൽ നിന്ന് വെള്ളം മുക്കിക്കൊണ്ടുവന്ന് നനച്ചത് ഞങ്ങളാണ്. ആനക്കൂട്ടം വരുന്ന സമയത്ത് ഇതിൻ്റെ മേലെ കൂടെ പോവാതെ പാട്ടം മുട്ടിയിട്ട് അവരപ്പുറത്തൂടെ പറഞ്ഞയച്ചത് ഞങ്ങളാണ്. ഇതിനെ ഇതേപോലെ വളർത്തി ഇതുവരെ എത്തിക്കാനായിട്ട് ഞങ്ങളാണ് കഷ്ടപ്പെട്ടത്. ഇപ്പം നിങ്ങൾ പറയാണ് അതിൽ ചിലത് നല്ലതാണ്, ചിലത് മോശമാണ്.
നമുക്ക് 5 മക്കളുണ്ടെങ്കിൽ എല്ലാവരും ഒരേപോലെ ആവും. ചില മക്കളെ നിങ്ങൾ കൊന്നു കളയുമെന്നാണ് ചോദിച്ചാൽ. അവരെ സംബന്ധിച്ചിട്ട് ഇത് ഒരു ജീവനുള്ള ഒരു വസ്തുവാണ്. അവരെ പോലെ തന്നെ ജീവനുള്ള വളർത്തി വലുതാക്കിയ ഒരു കുഞ്ഞിനോടുള്ള സ്നേഹം പോലെയുള്ള ഒരു വസ്തുവാണ് അത്. എന്നെ സംബന്ധിച്ച് ഞാൻ അവരുടെ അടുത്ത് 25 പൈസയ്ക്ക് വാങ്ങിച്ചിട്ട് ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അന്ന് തീരുമാനിച്ചു, നമ്മൾ സാഷ്ടാംഗം പ്രകടിപ്പിച്ചതാണ് അവരുടെ ആ ഒരു ഇൻസൈറ്റിന്. പിന്നീട് പല സമയത്തും ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ കാട്ടിൽ പോയിട്ട് തിരിച്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മഞ്ചേരി കോളനിയിലും ഒരാഴ്ച താമസിച്ച് തിരിച്ചു വരുമ്പോൾ കോളനിയിലുള്ള കുറച്ച് പേര് അവർ അന്ന് കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാനായിട്ട് പോകുന്നത് നമ്മൾ വരുന്ന വഴിക്കുള്ള സ്ഥലത്താണ്. അപ്പോൾ അവർ നമ്മുടെ വണ്ടി കയറി അത്ര ദൂരം വന്നിട്ട് അവരിറങ്ങി. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാനും ജീപ്പിൽ നിന്ന് ഇറങ്ങി അവരോട് യാത്ര പറഞ്ഞു. ശരി, അപ്പോൾ പിന്നെയും കാണാം എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യം, സൂക്ഷിച്ചു പോണേ എന്നാണ്. എങ്ങോട്ട്? നാട്ടിലേക്ക്. അവരെ സംബന്ധിച്ച് നാട് അത്ര അപകടം പിടിച്ച സ്ഥലമാണ്. കാട് അത്രമാത്രം സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. കാട് വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ നാടങ്ങനെയല്ല. നാട്ടിൽ എന്ത് സംഭവിക്കും, ഈ വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എങ്ങനെ പോകണമെന്ന് ആർക്കും ഒരു പിടിയില്ല. അങ്ങനെ മാത്രമല്ല ഏറ്റവും ഗംഭീരമായിട്ടുള്ള ലോക വീക്ഷണമുള്ള മനുഷ്യർ, വേൾഡ് വ്യൂ എന്ന് പറയുന്ന സംഭവം. അവരൊരു വേൾഡ് വ്യൂ, അവരിൽ ഒരാൾ പോലും ഒരു തെറ്റായിട്ടൊരു കാര്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അതിന് കാരണം എന്താണ്? കാരണം എന്താ വെച്ചാൽ അവരുടെ വേൾഡ് വ്യൂവിൽ അവരുടെ മേലേക്കുള്ള മുഴുവൻ ആളുകളും, അവരുടെ അച്ഛനമ്മമാർ, അവരുടെ മുത്തച്ഛനും മുത്തശ്ശി, അവരുടെ മേലുള്ള മുത്തച്ഛന്മാർ, അങ്ങനെ മുഴുവൻ ആളുകളും അവരുടെ ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കണം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവർ മാത്രമല്ല, അവർക്ക് പരിചയമുള്ള മൃഗങ്ങളും അവർക്ക് പരിചയമുള്ള ആനയും കടുവയും പുലിയും ഒക്കെ ഇവരുടെ ജീവിതത്തെ കാണുന്നുണ്ട്. അങ്ങനെ അവരുടെ ഗെയ്സിലാണ് ഇവർ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവർ തെറ്റ് ചെയ്യാൻ പറ്റുക? കാരണം അവരുടെ കാഴ്ചയിലാണ് നിൽക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്ന മനുഷ്യർ അവർ ഒരു തെറ്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പറ്റൂല. നേരത്തെ നമ്മൾ ഓരോന്നിനെയും സെപ്പറേറ്റ് കാണുമ്പോൾ അവരതിനെ സമഗ്രമായി എല്ലാം ഒരുമിച്ചല്ല കാണണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നാട്ടിലൊരാള് ഒരു തെറ്റ് ചെയ്യാതിരിക്കുന്ന പോലീസിന് പേടിച്ചിട്ടാവും. ആള് ഹെൽമെറ്റ് വെക്കുന്ന പോലും എന്റെ തല സംരക്ഷിക്കണം എന്നുള്ളതിനേക്കാളും ഫൈൻ അടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഉണ്ടെങ്കിലാണ് വേസ്റ്റ്. അതെ, അവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആ നിലക്ക് ഏറ്റവും ശരിയായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് അവർ. ജീവിച്ച ഒരു സ്ഥലത്ത് പരിസ്ഥിതിക്ക് ഒരു ഫോട്ടോ ഉണ്ടായിട്ടില്ല, ഒരു മാറ്റം പോലും അവിടെ ഉണ്ടായിട്ടില്ല. ഇത് ആണ് അവരുടെ അവസ്ഥ. എന്നാൽ ഇവരെ മുൻനിർത്തിയിട്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പം എനിക്ക് നല്ല പരിചയമുള്ള ഒരു കോളനിയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുന്നേ, ഒരു 45 വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ ആയിരിക്കും, മനോരമ പത്രത്തിൻ്റെ ഒരു റിപ്പോർട്ടർ അവിടെ പോവുകയും ഒരു വാർത്ത വരികയും ചെയ്തു. ഒരു സീരിയലായിട്ട് വാർത്ത വന്നു. കേരളത്തിൽ ഗുഹാമനുഷ്യർ എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. അപ്പോൾ അത് ചോലനായ്ക്കൽ എന്ന് പറഞ്ഞ ആദിവാസി വിഭാഗത്തെ കുറിച്ചിട്ട്. അപ്പം അന്ന് TV ഒന്നും ഇല്ലാത്ത കാലമാണ്. അന്നത്തെ ഒരുപക്ഷെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു അത്. ഞെട്ടിപ്പോയി ആളുകൾ. കേരളത്തിൽ ഗുഹാമനുഷ്യരും നടക്കി. അപ്പോൾ ഇവർ ഫോട്ടോ ഉണ്ട്, ഗുഹയിൽ താമസിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ സർക്കാർ വകുപ്പുകളും ലൈവായി ഓടിയെത്തി അവിടെ. എന്തൊരു അപമാനമാണ് ഒരു സമൂഹത്തിന്. ഇവർ ഗുഹയിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഏർപ്പാടായി. അങ്ങനെ വീട് വെച്ചു. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലെ 4 ചുമരും മുകളിൽ ഫ്ലാറ്റ് കോൺക്രീറ്റ് റൂഫുള്ള വീട് വെച്ചു കൊടുത്തു. ഒരാളും അവിടെ വന്ന് താമസിച്ചില്ല. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിൽ വെച്ചിട്ടുള്ള സാധനം താഴേക്ക് വീടില്ല എന്ന് ഇവർക്കൊരു ഉറപ്പില്ല. അവർ കരിമ്പുഴയ്ക്ക് കുറുകെ പാലം കെട്ടുന്ന ആളുകളാണ്. പക്ഷെ അത് അതിൻ്റെ ബലം അവർക്ക് അവരുടെ കയ്യിൽ അറിയാം. ഇതിങ്ങനെ നിൽക്കുന്ന എന്താണെന്ന് അവർക്ക് നിശ്ചയമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ വീടെന്നുള്ള നമ്മുടെ ഒരു സങ്കല്പം ഉണ്ടല്ലോ. നമ്മൾ വീട്ടിൽ താമസിക്കുന്നു, രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരും. ഇങ്ങനെ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ച് അവർ വലിയൊരു പ്രദേശം കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ഒരു സ്ഥലത്ത് മാത്രം നിന്നാൽ പോരാ. അവരൊരു മരത്തിൽ നിന്ന് തേൻ എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം പിന്നെ അവിടെ പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വീടിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ സങ്കല്പമാണ് അവിടെ പോയിട്ട് നടപ്പിലാക്കാൻ നോക്കി. ഇവരാരും അവിടെ വന്ന് താമസിച്ചില്ല. താമസിക്കാതായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത നറേറ്റീവ് വന്നു, അവർ ആന വരണോണ്ടാണ് അവിടെ താമസിക്കാറ്. അപ്പോൾ അതിന് ചുറ്റും ട്രെഞ്ച് ഉണ്ടാക്കി. ട്രെഞ്ച് എല്ലാ വർഷവും ഇടിയും, പിന്നെ അതിൻ്റെ പണി അങ്ങനെയുള്ള എന്നിട്ടും ആരും വന്ന് താമസിച്ചില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇവർ കൃഷി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെ കൃഷി നടത്താനായിട്ട് കൃഷി വകുപ്പിനെ അവിടെ കൃഷി എത്രയും പെട്ടെന്ന് കൃഷി എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് കൃഷി വകുപ്പ് അവിടെ എത്തി. അവരവിടെ എത്തിയിട്ട് ഈ കാട്ടിനകത്ത് എന്താ കൃഷി ചെയ്യുക, അവരെന്നിട്ട് എന്ത് ചെയ്തു, കുറേ കാപ്പിച്ചെടികൾ അവിടെ നട്ടു.
ഇവർ കാപ്പി കുടിക്കാറില്ല, കാപ്പി എന്താ ചെയ്യേണ്ടതെന്ന് ഇവർക്ക് നിശ്ചയമില്ല. ആ മരങ്ങളൊക്കെ, ആ ചെടികളൊക്കെ വലിയ മരങ്ങളായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അവസാനം കാണുമ്പോൾ. അപ്പം ഇതാണ് ഇങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ചില ബോധങ്ങൾ ഇവരെ മേലെ അടിച്ചേൽപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് എല്ലാ കാലത്തും നടന്നിട്ടുള്ളത്. അവരാണെങ്കിൽ നമ്മൾ അവരെ ഭരിക്കാൻ പോകുന്ന സമയത്തൊക്കെ അവർ ഒഴിഞ്ഞു മാറി പോവുകയും ചെയ്തിട്ടുള്ളൂ. ഭരിക്കപ്പെടാനായിട്ട് ഇത്തിരി പോലും ഇഷ്ടമില്ലാത്ത മനുഷ്യരാണ് അവർ. ആരുടെ അടുത്തും ഒന്നും ചോദിക്കലുമില്ല. നമ്മൾ പൊതുസമൂഹം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പോയി കഴിഞ്ഞാൽ ധാരാളം അപേക്ഷകൾ കാണാം. എൻ്റെ മതിലിടിഞ്ഞു പോയി, എന്ത് ചെയ്യാൻ പറ്റും? എല്ലാത്തിനും നമ്മൾ സ്റ്റേറ്റിനെ ആശ്രയിക്കുന്ന രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു മനുഷ്യരാണ് നമ്മൾ. ഇവരങ്ങനെയല്ല, സ്റ്റേറ്റിനോടൊന്നും ചോദിക്കാറില്ല, അവർ ജീവിക്കുകയാണ്. മാത്രമല്ല, പത്രമില്ലാതെ, ടെലിവിഷൻ ഇല്ലാതെ, വീടില്ലാതെ, ആശുപത്രി ഇല്ലാതെ, സ്കൂളില്ലാതെ ഒരു സമൂഹത്തിന് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അവർക്ക് എത്ര അറിവ് വേണം? എത്ര അറിവുണ്ടെങ്കിലാണ് അവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുക? നമ്മളെ സംബന്ധിച്ച് എന്താ അവസ്ഥ? എനിക്കൊരു അസുഖം വന്നാൽ, എനിക്കൊരു തലവേദന വന്നാൽ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കും, ഡോക്ടർ എനിക്കെന്താ പറ്റി? ഞാൻ ഇത് ആരെക്കുറിച്ചാണ് ചോദിക്കണത്? എന്നെ പറ്റി. ഈ ശരീരം ഇത്ര നാൾ കൊണ്ടുവരുന്നത് ഞാനാണല്ലോ, എനിക്കറിയില്ല എന്താ വേണ്ടത്. അത് ഞാൻ ഇതുവരെ കാണാത്തൊരു ഡോക്ടറെ അടുത്ത് പോയിട്ടാണ് നമ്മളിത് ചോദിക്കുന്നത്. അപ്പം ഇത്ര മാത്രം അറിവില്ലാത്ത ഒരു സമൂഹമാണ് ഇവരെ അറിവില്ലാത്തവരെന്ന് വിളിക്കുന്നത്. ഇതാണ് എൻ്റെ പ്രശ്നം. അതാണ് ഈ പറയുന്ന ഒരു സംവിധാനങ്ങളില്ലാതെ, ഒരു ആശുപത്രി ഇല്ലാതെ, ഒരു സ്കൂൾ പോലും ഇല്ലാതെ ഈ പ്രകൃതിയിൽ ജീവിക്കാനായിട്ട് എത്ര അറിവുണ്ടെങ്കിലും അവർക്ക് പറ്റുക? ആ അറിവിൻ്റെ 7 അയലത്ത് പോലും എത്താനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അവരുടെ മേലെ കാണിക്കുന്ന ഈ ധാർഷ്ട്യം ഉണ്ടല്ലോ, ഇവരെ നന്നാക്കാനായിട്ടുള്ള പരിപാടികളുണ്ടല്ലോ, ഈ ഉപദേശം ഉണ്ടല്ലോ, അത് വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. ഇതാണ് പ്രശ്നം. ഒരുപക്ഷെ സാറിപ്പോൾ പറഞ്ഞ ആദിവാസികളുടെ സ്വയം പര്യാപ്തത, സ്വയം ഭരണം ഒക്കെ അവരുടെ ഒരു കൾച്ചറിൻ്റെയും കൂടി ഭാഗമാണല്ലോ. ഇത് മലയാളിക്ക് അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ആധുനിക സമൂഹത്തിന് മനസ്സിലായില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നില്ലേ മുത്തങ്ങ സമരത്തെ തുടർന്ന് കേരളത്തിലുണ്ടായ പ്രതികരണങ്ങൾ ആദിവാസികളെ പറ്റിയിട്ട്? സാറും അതിനെതിരെ അന്ന് പ്രതികരിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുത്തങ്ങ സമരം കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിൽ വളരെ ഡിസൈസീവ് ആയിട്ടുള്ളൊരു സമരമായിരുന്നു അന്നതൊക്കെ. അതിൽ ഒരു കാര്യം മാത്രം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിസ്ഥിതിയെക്കുറിച്ചിട്ടുള്ള കേരളത്തിൻ്റെ ബോധം എത്രമാത്രം റൊമാൻറ്റിക് ആണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞൊരു സമയമാണ്. ആ സമരം നടക്കുന്ന സമയത്താണ് സുഗതകുമാരി ടീച്ചറിൻ്റെ ലേഖനം വരുന്നത്. മാതൃഭൂമി പത്രത്തിലാണെന്ന് തോന്നുന്നു. ആ ലേഖനത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, മക്കളെ നിങ്ങൾ കാട്ടിൽ നിന്ന് ഇറങ്ങണം എന്നായിരുന്നു ടൈറ്റിൽ. അതിനകത്ത് അവർ ആവശ്യപ്പെട്ടത് കാടാണ്, കാട് സംരക്ഷിക്കേണ്ടതാണ്, നിങ്ങൾ അതിനകത്ത് കയറി താമസിക്കരുത്, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടൊരു ലേഖനമായിരുന്നു. എൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആരോടെ ഈ പറയുന്നത്? എത്രയോ കാലമായിട്ട് കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരോടാണ് ഈ പറയുന്നത് നിങ്ങൾ കാട്ടിൽ നിന്ന് ഇറങ്ങണം. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇവർ കയറി താമസിക്കുന്ന കാട്ടിലേ അല്ല, അതൊരു യൂക്കാലി തോട്ടാണ്. ഇത് ഫോറസ്റ്റ് നമ്മൾ പറയുന്നത് നിയമപരമായിട്ട് ഫോറസ്റ്റ് ആണെന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ സാങ്കേതിക അത് അവിടുത്തെ ആവാസ വ്യവസ്ഥ എന്നുള്ള നിലക്കല്ല. അപ്പോൾ ആ യൂക്കാലി തോട്ടത്തിൽ നിന്ന് ഇറങ്ങണം എന്നാണ് ഈ പറയുന്നത്. അപ്പം നമ്മൾ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള വളരെ കാൽപ്പനികമായിട്ടുള്ള നമ്മുടെ ഒരു പരിസ്ഥിതി ബോധത്തെ മുൻനിർത്തിയിട്ടാണ് അതിനകത്ത് ഇടപെട്ടത്. ആ പരിസ്ഥിതിക്കകത്ത് ഇവരില്ല, ഈ ആദിമ നിവാസികളില്ലാത്ത അങ്ങനെ സുന്ദരമായി നിൽക്കുന്ന ഒരു കാടിനെ കുറിച്ചിട്ടുള്ള ഒരു സങ്കല്പത്തിൽ നിന്നാണ് ആ തരത്തിലുള്ള എഴുത്തുണ്ടാവുന്നത്. അപ്പോൾ സൈലന്റ് വാലി സമരത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ധാരാളം മരക്കവിതകൾ, അങ്ങനെ തന്നെ വിളിച്ചിരുന്നു, മരക്കവികൾ എന്നാണ് വിളിച്ചത്. അത് അക്കിത്തുണ്ടായിരുന്നു, അയ്യപ്പ പണിക്കരുണ്ടായിരുന്നു, ONV കുറുപ്പ് ഉണ്ടായിരുന്നു, സുകുമാരൻ ടീച്ചർ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് കടമനിട്ട ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇങ്ങനെ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് എന്നുള്ള നിലക്കല്ല, കൃത്യമായി കോൺഷ്യസ് ആയിട്ട് തന്നെ ഇതിനെതിരെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനെതിരെ എന്നുള്ള നിലയ്ക്ക് കവിത എഴുതിയിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു വളരെ ലോലമായ തൊട്ടപ്പെട്ടുന്ന ഒരു പരിസ്ഥിതി ബോധം മാത്രമേ കേരളത്തിനുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നമുക്കന്ന് മനസ്സിലായി. കാരണം ഈ മനുഷ്യരെ പരിസ്ഥിതിയുടെ ഭാഗമായിട്ടോ പ്രകൃതിയുടെ ഭാഗമായിട്ടോ തിരിച്ചറിയുന്നതിനകത്ത് വലിയ തോൽവി മലയാളി സമൂഹത്തിന് സംഭവിച്ചു. മാത്രമല്ല വയനാട്ടിലൊക്കെ അവരെ വേട്ടയാടുന്നു, നിരത്തിലുള്ള ബസ്സിലുള്ള ആദിമ നിവാസികളെയൊക്കെ വലിച്ചിറക്കി മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരു കേരള സമൂഹം മാറാന്ന് പറഞ്ഞാൽ ഭീകരല്ലേ അവസ്ഥ. ശരിക്കും അങ്ങനെയുള്ളൊരു നരനായാട്ടിൻ്റെ അവസ്ഥയിലേക്കൊക്കെ പോകാൻ മാത്രമേ ഉള്ളൂ മലയാളിയുടെ സാക്ഷരതയും മലയാളിയുടെ ചിന്താശേഷിയും എന്ന് നമുക്ക് വെളിവാക്കി തന്ന ഒരു സമരമായിരുന്നു മുത്തങ്ങ സമരം.
സാറ് നേരത്തെ ചോല നായ്ക്കരുടെ കാര്യം പറഞ്ഞു. ഒരു ലേഖനത്തിൽ 2 ലോകവീക്ഷണങ്ങളെ ബന്ധിപ്പിക്കുന്ന പുഴ എന്ന ഒരു ലേഖനത്തിൽ സാറ് ചോല നായ്ക്കരെ പറ്റിയിട്ടുള്ള ഒരു റെഫറൻസ് ഉപയോഗിച്ചൊരു വലിയൊരു സാംസ്കാരിക വിമർശനം നടത്തുന്നതായി കണ്ടു. അതായത് ഒരു ചോല നായ്ക്ക സമൂഹത്തിലെ ഒരാണും പെണ്ണും കുറച്ച് ദിവസത്തേക്ക് കാട്ടിൽ അപ്രത്യക്ഷമായാൽ ഒരാഴ്ചക്കുള്ളിൽ അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ സമൂഹം അവരെ ഒന്നിച്ച് ജീവിക്കാനുള്ള അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. ഇങ്ങനെ ഈ കാട്ടിൽ കഴിയുന്ന ഒരു കാലം കൊണ്ട് അവർ വളരെ അടുത്തറിയുകയും അത് അവരുടെ വിവാഹ ജീവിതത്തിന് ഒരു വളരെ ഗുണകരമായി കഴിയുകയും ചെയ്യും. അതേ സമയത്ത് പുറത്തു നിൽക്കുന്ന കോഴിക്കോട് പോലത്തെ ഒരു സമൂഹത്തിൽ തികച്ചും അജ്ഞരായ, നേരത്തെ കണ്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ മുൻപരിചയമില്ലാത്ത 2 ആളുകളെ ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു ക്രമീകരണം നടത്തുകയും ചെയ്യും. ഇങ്ങനെ ഒരു പക്ഷേ ആധുനിക സമൂഹത്തിന്റെ ഒരു സാംസ്കാരികമായ പൊള്ളത്തരത്തെ, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ പിന്തുടരുന്ന വളരെ കൺവെൻഷനായ ഒരു രീതിയെ വളരെ നിശിതമായി വിമർശിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. എനിക്ക് തോന്നിയത് ഒരുപക്ഷെ മോഡേണിറ്റി, ആധുനികതയുടെ ഒരു പൊള്ളത്തരം പേറുന്ന ഒരു സമൂഹമല്ലേ നമ്മൾ എന്ന് തോന്നിപ്പോയൊരു ഒരു ലേഖനമായിരുന്നു അത്. എന്താണ് സാർ അതിനെ പറ്റി പറയുന്നത്? അതിൽ കോഴിക്കോട് എന്നുള്ളൊരു റെഫറൻസ് വരാൻ കാരണം ചാലിയാറിനെ കുറിച്ച് എഴുതിയതുകൊണ്ടാണ്. ചാലിയാർ തുടങ്ങുന്ന സമയം സ്ഥലത്തുള്ള മനുഷ്യരും ചാലിയാർ അവസാനിക്കുന്ന സ്ഥലത്തുള്ള മനുഷ്യരും എന്നുള്ള നിലക്കുള്ളൊരു താരതമ്യത്തിനാണ് കോഴിക്കോട് റെഫറൻസ് വന്നത്. കോഴിക്കോട് മാത്രമല്ല, എവിടെ ആയാലും അത് ആ തരത്തിൽ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പലപ്പോഴും നമ്മളിത് നിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെയോ സ്വന്തം താല്പര്യങ്ങളെയോ സ്വന്തം അനുഭവങ്ങളെയോ വെച്ചിട്ടല്ല. ഇത് വലിയ തോതിൽ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു സമൂഹം നിൽക്കുന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ചെമ്പരത്തിപ്പൂവിൻ്റെ കാര്യം പറഞ്ഞ പോലെ എങ്ങനെയാണ് പ്രകൃതി സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൽ നിന്ന് നമ്മൾ ഒത്തിരി ദൂരത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കാട്ടിലൊരു പൂ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് കായ ഉണ്ടാവും, വിത്തുണ്ടാവും എന്നുള്ളത് പോലെ അല്ല നാട്ടിലെ അവസ്ഥ. ഇവിടെ വിത്തുണ്ടാവാനും കായ ഉണ്ടാവാനും അല്ലാതെ തന്നെ വെറുതെ പൂ ഉണ്ടാവുകയും വെറുതെ ആളുകളൊക്കെ മനോഹരമെന്ന് തോന്നിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സമൂഹമായിട്ട് പൊതുസമൂഹം മാറി തീരുകയും ചെയ്തിട്ടുണ്ട്. അത് ഓരോ തലമുറ കഴിയുമ്പോഴും അത് വലിയ തോതിൽ അകലം കൂടി വരികയും ചെയ്തിട്ടുണ്ട്. പഠനത്തിൻ്റെ മേഖലയിൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സസ്യത്തെക്കുറിച്ച്, ഒരു സസ്യത്തെ തൊട്ട് നോക്കാതെ പോലും, ഒരു സസ്യത്തെ അറിയാതെ പോലും, ഒരു സസ്യത്തെ ദീർഘകാലം നിരീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് ബോട്ടണി പഠിക്കാം. നിങ്ങൾക്ക് ഒരു ജീവിയായിട്ട് സൗഹൃദം ഇല്ലാതെ, ഒരു ജീവിയായിട്ട് പരിചയമില്ലാതെ, ഒരു ജീവിയെ പോലും തൊട്ട് നോക്കാതെ നിങ്ങൾക്ക് സുവോളജി പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അകലം, അതിൻ്റെ ആ അകലത്തിൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ആ തരത്തിലുള്ളൊരു ലിങ്കേജ് വരുന്നത്. അപ്പോൾ അത് സമൂഹത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും വലിയ തോതിലുള്ള അപകടകരമായിട്ടുള്ള പല സാമൂഹിക സ്ഥാപനങ്ങളും നിലനിൽക്കുന്നത് ഈ ഡാമേജ് മറികടക്കാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ മനുഷ്യന് അവൻ്റെ ശരിയായിട്ടുള്ള പ്രകൃതിയിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അവന് ഈ പറയുന്ന മതങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഈ പറയുന്ന അമ്പലങ്ങളുടെയോ പള്ളികളുടെയോ ഒന്നും ഇല്ലാതെ തന്നെ സമാധാനമായിട്ട് ജീവിക്കാവുന്നേ ഉള്ളൂ. അത് വേണ്ടി വരുന്നത് ഇങ്ങനെ ഉള്ള ഒരു ഉറപ്പുമില്ലാത്ത ബന്ധങ്ങളിലൊരു സമൂഹം നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ സ്ഥാപനങ്ങളുടെ ജോലി ഇതിനെങ്ങനെ പിടിച്ചു നിർത്തുന്നത്, എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകുന്ന സ്ഥാനത്തെ പിടിച്ചു നിർത്തുന്ന സ്ഥാപനങ്ങളായിട്ടാണ് ഈ സമൂഹങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അത് ഒരു ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അതിൽ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ബന്ധങ്ങളൊന്നും തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതിനെ വല്ലാതെ മലീമസമാക്കുന്ന മതങ്ങളും ജാതിയും എല്ലാം ചേർന്ന് പ്ലേ ചെയ്യുന്ന ഒരു സ്പേസ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ഒരു കൺസേൺ. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയാനുള്ളത്, സാർ തന്നെ വർക്ക് ചെയ്യുന്ന കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിൻ്റെ ചരിത്രം മുതൽ ഇങ്ങോട്ട് തന്നെ കേരളത്തിലൊരു പരിസ്ഥിതി ജാഗ്രത സൃഷ്ടിക്കാൻ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേസമയത്ത് അങ്ങനെ ഒരു സ്വതന്ത്രമായതിന്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഭരണകൂടത്തിൻ്റെയും സ്റ്റേറ്റിൻ്റെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നിന്നുകൊണ്ട് നിലപാടെടുക്കാൻ KFRIക്ക് കഴിയുന്നുണ്ടോ? എന്താണ് KFRI നടത്തുന്ന ഇടപെടലുകളെന്ന് ചുരുക്കി പറയാം. KFRIയുടെ ഒരു തുടക്കം പ്രധാനമായിട്ടും കേരളത്തിൽ ആ ഒരു കാലത്ത് പ്രധാനമായിട്ടും സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് കേരളത്തെക്കുറിച്ച് മാത്രം പഠിക്കാനായിട്ട് ഉള്ള സ്ഥാപനങ്ങളുടെ ഒരു ശ്രേണി തന്നെ നിർമ്മിക്കട്ടെ. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് തിരുവനന്തപുരത്ത് വരുന്നു. സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ തുടങ്ങുന്നു. സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് കോഴിക്കോട് തുടങ്ങുന്നു. ഇവരെല്ലാം ഏകദേശം ഒരേ സമയത്ത് തന്നെ ചെറിയ വർഷങ്ങളുടെ വ്യത്യാസങ്ങളിൽ സ്ഥാപനങ്ങൾ വരികയാണ്. അതിൻ്റെ ഒരു വലിയ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഇന്ത്യ മൊത്തത്തിലൊരു രാജ്യം നിലനിൽക്കെ എടുത്താൽ പോലും ഇത്രമാത്രം സ്റ്റേറ്റ് ഫണ്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളൊരു മറ്റൊരു സംസ്ഥാനം കാണാൻ പറ്റില്ല.
ഇപ്പം ശാസ്ത്ര സ്ഥാപനങ്ങളുടെ ഒരു സാന്ദ്രത നോക്കിയാൽ കൽക്കട്ട ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നുണ്ടാവുക. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെയാണ്, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെയാണ്, ബോസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഇതിൻ്റെ ഒന്നും ഗുണം പശ്ചിമ ബംഗാളിൽ കിട്ടൂല. കാരണം അവരോട് ആൻസറബിൾ അല്ല ഇവരൊന്നും. ഇവർ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. കേരളം അങ്ങനെയല്ല. കേരളത്തിൽ ഓരോ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള സവിശേഷമായിട്ട് സ്ഥാപനങ്ങളുണ്ട്. അത് പിന്നീട് ഇങ്ങോട്ട് വളർന്നിട്ട് സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് കോഴിക്കോട് വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതാത് സമയത്ത് ഇപ്പം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പം നിപ്പ ഔട്ട്ബ്രേക്കൊക്കെ വന്നതിന് ശേഷമുള്ള ഒരു പശ്ചാത്തലത്തിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേരളം നേരിടുന്ന സവിശേഷ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉള്ള അത്ര സമ്പന്നമായിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഇതിൽ ആദ്യഘട്ടത്തിൽ വന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കാടിനെക്കുറിച്ച് പഠിക്കുക. കാടിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകളും തിരിച്ചറിവുകളും എല്ലാം തന്നെ ഒരു കോമൺ സൈക്കിൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. കെഫാറയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എല്ലാ മാസവും ഉണ്ടാകുന്ന ഇൻ്റേണൽ റിസർച്ച് ഗ്രൂപ്പ് മീറ്റിംഗ് ആണ്. എല്ലാ സയൻറ്റിസ്റ്റുകളും ഉണ്ടാവും. കെഫാറ ഏറ്റെടുക്കുന്ന എല്ലാ ഗവേഷണ പദ്ധതികളും അവിടെ ആദ്യം അവതരിപ്പിക്കപ്പെടും. ആ പദ്ധതി അവസാനിക്കുന്ന സമയത്ത് അതിൻ്റെ ഫൈനൽ റിപ്പോർട്ടും അവിടെ അവതരിപ്പിക്കുന്നുണ്ടാവും. അതിനുശേഷമാണ് അത് പുറത്തേക്ക് ഇറങ്ങുക. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഡിബേറ്റ് അതിനകത്ത് നടക്കുന്നുണ്ട്. ആ തരത്തിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംവാദങ്ങളുടെയും സംഘർഷങ്ങളുടെയൊക്കെ ഉള്ള വളരെ ഇൻ്റലക്ച്വലി വളരെ ലൈവായിട്ടുള്ളൊരു സ്പേസ് നിലനിർത്താനായിട്ട് അതിന് പറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ചില സമയങ്ങളിൽ സ്റ്റേറ്റിനെ സംബന്ധിച്ച് നമ്മളൊരു പ്രോബ്ലം സോൾവിങ് സ്പേസ് ആണ്. ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് നമ്മളോട് പറയുന്നു, നമ്മൾ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുന്നു. അങ്ങനെ പോകുന്ന ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആ വിഷയത്തെ പെട്ടെന്ന് തന്നെ പഠിക്കുകയും അതിന് ഏറ്റവും ശരിയായിട്ടുള്ള മറുപടി കൊടുക്കുകയും സ്റ്റേറ്റിനെ ആ നിലയ്ക്ക് സപ്പോർട്ട് ചെയ്ത് പോവുകയും ചെയ്യുന്ന ഒരു സ്വഭാവം സ്ഥായിയായിട്ട് സ്ഥാപനം നിലനിർത്തിയിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് നേരത്തെ ചോദിച്ച പോലെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില ഇടപെടലുകൾ വേണ്ടിവരും. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായത് സൈലന്റ് വാലി സമരമായിട്ട് ബന്ധപ്പെട്ടു. കെഫാറയിൽ ഒരു കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഡൽഹിയിൽ പോയിട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള ചർച്ചയ്ക്ക് പോകുമ്പോൾ ഇവരവിടെ എത്തുമ്പോൾ കെഫാറയിൽ നിന്ന് എത്തിയിട്ടുള്ളൊരു ഫാക്സാണ് കാണുന്നത്. അതായത് ഫാക്സിൽ പറഞ്ഞ കാര്യം ഇതായിരുന്നു, കെഫാറയിൽ സൈലന്റ് വാലിയിൽ ഒരു പഠനം നടത്തുന്നുണ്ട്. ആ പഠനം കഴിയുന്നത് വരെ തീരുമാനം എടുക്കുന്നത് ഹോൾഡ് ചെയ്യണം എന്നുള്ളത്. അത് സ്റ്റേറ്റിൻ്റെ ലെവലിൽ അത് വലിയ പ്രശ്നമായി മാറി. കാരണം ഇവരവിടെ പോയിട്ട് ഇങ്ങനെ ഒരു അപ്പോൾ അന്ന് അത് ആ ഫാക്സ് അയച്ച ശാസ്ത്രജ്ഞൻ ഡോക്ടർ VS വിജയൻ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാകുന്ന സമയത്ത് അന്നത്തെ ഡയറക്ടർ പറഞ്ഞ രസകരമായിട്ടുള്ളൊരു മറുപടി ഉണ്ട്. അത് പറഞ്ഞു, അധികം പറഞ്ഞാൽ എന്താ തെറ്റ്, അവിടെ ഒരു പഠനം നടക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ട് ആ പഠനം നടന്നതിന് ശേഷം ഏറ്റവും ഉചിതമായിട്ട് തീരുമാനം എടുക്കാനുള്ള നല്ലത് എന്ന് പറയാവുന്ന ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ കരുത്തോട് കൂടിയിട്ട് അങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്ന ഡോക്ടർ VS വിജയൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് പല സമയത്തും പല ശാസ്ത്രജ്ഞരും ആ നിലയ്ക്ക് തന്നെ ഇപ്പം അതിനുശേഷം ഉണ്ടായ ഒരു റിപ്പോർട്ട് അതേപോലെ സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമെന്ന് പറയാവുന്ന ഒരു ഇഷ്യൂ വരുന്ന പൂയംകുട്ടി പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട്. പൂയംകുട്ടി പദ്ധതി അവിടെ വന്നു കഴിഞ്ഞാൽ വലിയ തോതിൽ ഈറ്റ ഉപയോഗിച്ചുകൊണ്ട് പ്രവൃത്തിയെടുക്കുന്ന വലിയൊരു സമൂഹം അവിടെ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആവും എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് കെഫാറയാണ്. വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രി നമ്മുടെ ഡയറക്ടറെ വിളിച്ചു വരുത്തി തന്നെ ശകാരിക്കുന്നുണ്ട്. ഇത് സർക്കാരിൻ്റെ കാശ് വാങ്ങിച്ചിട്ട് സർക്കാരിനെതിരെ റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് ഡോക്ടർ KSS നായർ എന്ന് പറയുന്ന ഡയറക്ടറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് ഞങ്ങൾ പഠിച്ചിട്ടുള്ള റിപ്പോർട്ടാണ്, തീരുമാനം പക്ഷേ താങ്കളുടെയാണ് എന്ന് പറഞ്ഞിട്ട് പോരാൻ പറ്റുന്നുണ്ട്. അതിനൊക്കെ കാരണമായിട്ട് മാറിയൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് കെഫാറയുടെ തുടക്കത്തിൽ തന്നെ ആദ്യകാലത്തെ ഫസ്റ്റ് ജനറേഷൻ സയൻറ്റിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിദേശത്ത് ഗവേഷണം നടത്തി വിദേശ ശാസ്ത്രജ്ഞരായിരുന്ന ആളുകളാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ നിന്നുള്ള ആളുകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് തുടങ്ങുന്ന തുടക്കക്കാരായിട്ടുള്ള ശാസ്ത്രജ്ഞർ ആയിട്ട് നിർമ്മിച്ച ഒരു സ്ഥാപനം അല്ല കെഫാറ. മറ്റ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള, ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്തവർ, UK വർക്ക് ചെയ്തിട്ടുള്ള, USA വർക്ക് ചെയ്തിട്ടുള്ളവർ, റഷ്യയിൽ പഠിച്ച ആളുകൾ, അവരെല്ലാവരും കൂടി ചേർന്ന് വന്നിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് വേറൊരു തരത്തിലുള്ള ശാസ്ത്രത്തെക്കുറിച്ചുള്ളൊരു ബോധവും ഒരു ലോക പരിചയവും ഓട്ടോണമി എന്നുള്ള നിലയ്ക്ക് അവരുടെ അതാത് മേഖലയിലെ ഏറ്റവും കഴിവുള്ള ആളുകൾ വന്നിട്ട് തുടങ്ങുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന വേറൊരു ലെവലിൽ തന്നെയാണ്. മാത്രമല്ല അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള നിലയ്ക്ക് വന്നിട്ടുള്ള IFS ഓഫീസേഴ്സ്, FRAയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ദീർഘകാലം ജോലി ചെയ്തിട്ട് തിരിച്ചിവിടെ വരുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്റ്റേച്ചർ വളരെ ഹൈ ലെവലിലുള്ള സ്റ്റേച്ചറുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ബോൾഡായിട്ട്
തീരുമാനങ്ങൾ എടുക്കാനൊക്കെ പറ്റുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇപ്പം പാത്രക്കടവ് പദ്ധതി വരുന്നു. അതിനും വിയോജിപ്പ് നമ്മൾ രേഖപ്പെടുത്തേണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അതിരപ്പള്ളിയിലെ പ്രോജക്റ്റിനെ കുറിച്ച് വന്ന സമയത്തും നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് അതിരപ്പള്ളിയുടെ എന്താണ് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി എന്താണ്, അപ്പോൾ അവിടെ പ്രത്യേകിച്ച് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ജീവജാലവും ഇല്ല. ഏകദേശം 300 ഹെക്ടറോളം സ്ഥലം മുങ്ങിപ്പോകുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് സവിശേഷമായിട്ടുള്ള ഒന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. കേരളത്തിൽ കാണപ്പെടുന്ന എല്ലാ വേഴാമ്പലുകളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലം അത് മാത്രമാണ് എന്ന് KFRA പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഒരു ഇൻഫർമേഷൻ കൂടി വെച്ചിട്ട് തീരുമാനം എടുക്കണം എന്നുള്ള നിലയ്ക്ക് KFRA ഒരിക്കലും ഒരു ആക്ടിവിസ്റ്റ് പൊസിഷനിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇൻഫർമേഷൻ പ്ലേസ് ചെയ്യുക, ടേബിൾ ചെയ്യുക, ആ തരത്തിലുള്ളൊരു പ്രോസസ്സിലൂടെയാണ് KFRA എപ്പോഴും പോയിട്ടുള്ളത്. ഇത് KFRAയുടെ മാത്രം ഒരു പ്രശ്നമല്ലല്ലോ. ഇതിപ്പോൾ എല്ലാ കാലത്തും ശാസ്ത്രത്തിന് ഡാറ്റയെ ബേസ്, ഞാൻ നേരത്തെ ഡാർവിൻ്റെ കാര്യം പറഞ്ഞു, കിട്ടിയ ഡാറ്റ എന്താണ് പറയുന്നത്, ആ ഡാറ്റയെ ബേസ് ചെയ്തിട്ടുള്ള നിലപാടെടുക്കുക, ആ ഡാറ്റ പ്രസൻറ്റ് ചെയ്യുക, ഇതാണ് നടന്നത് എന്ന് പറയുക എന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു ഉത്തരവാദിത്തം എല്ലാ കാലത്തും ശാസ്ത്രജ്ഞർ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോസസ്സ് തന്നെയാണ് KFRA പോയിക്കൊണ്ടിരിക്കുന്നത്. KFRA ഈ രീതിയിൽ സ്റ്റേറ്റിന് അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾക്ക് വേണ്ട ശാസ്ത്രീയ വിവരങ്ങൾ നൽകുകയാണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന സാറ് പലപ്പോഴും പൊതുസമൂഹത്തോട് സംസാരിക്കുകയും ശാസ്ത്രീയതയുടെ കാര്യങ്ങൾ വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും പ്രധാനപ്പെട്ട ഇപ്പോൾ ക്വാറി വിഷയത്തിലൊക്കെ ഇടപെടുന്നുണ്ട്. അത് ഒരു തരത്തിലൊരു ആക്ടിവിസ്റ്റിന്റെ റോളിലേക്ക് ഒരു ശാസ്ത്രജ്ഞൻ വരുന്നു എന്ന് തോന്നുന്നു. അത് ഈ രണ്ട് റോൾ എങ്ങനെയാണ് സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നത്? പ്രധാനമായിട്ടും ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത്, എറണാകുളം മഹാരാജാസ് കോളേജിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഇടുത്തി പോലെ എൻ്റെ തലയിൽ വന്ന് വീണ ഒരു തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോക്കുമ്പോൾ ആ കോളേജിൽ എന്നെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ്റെയോ അധ്യാപികയുടെയോ ശമ്പളത്തിൻ്റെ ചെറിയൊരു പങ്ക് പോലും ഞാൻ ഫീസായിട്ട് അവിടെ കൊടുക്കത്തില്ല. ഞാനവിടെ നിരന്തരമായിട്ട് വായിക്കുന്ന പുസ്തകങ്ങൾ, ഉപയോഗിക്കുന്ന ലൈബ്രറിയിലെ ഒരു കുറച്ച് പുസ്തകങ്ങൾ വാങ്ങാനുള്ള പൈസ പോലും ഞാൻ ഫീസായിട്ട് കൊടുക്കത്തില്ല. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചോദ്യം, പിന്നെ എൻ്റെ പഠന ചെലവ് ആരാ വായിക്കുന്നത്, ആരാ എന്നെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് അത് പൊതുസമൂഹമാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പഠിച്ചതെല്ലാം തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ സമൂഹം എന്തിനാണ് എന്നെ പഠിപ്പിക്കുന്നത്? ഈ സമൂഹം എന്നെ പഠിപ്പിക്കുന്നത് സമൂഹത്തിൻ്റെ ആവശ്യം വരുമ്പോൾ ഞാൻ ഉണ്ടാവും എന്നുള്ള ധൈര്യത്തിലാണ്. ഇതൊരു വലിയ കടമാണ്. ഇത് എൻ്റെ ഒരു നിർമ്മാണത്തിനകത്ത് എൻ്റെ പങ്ക് വളരെ ചെറുതാണ്. അതിനേക്കാൾ എത്രയോ വലിയ പങ്കാണ് എൻ്റെ അധ്യാപകരും എൻ്റെ ലൈബ്രറിയും സിലബസുകളും ക്യാമ്പസും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനെ ആ കാര്യങ്ങളെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുകയും കണക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പണിയേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ വലിയ തോതിലുള്ള ഒരു അറിവിൻ്റെ വലിയൊരു സഞ്ചയം എനിക്ക് ലഭ്യമാക്കി തന്നത് ഈ സമൂഹമാണ്. സ്വാഭാവികമായിട്ടും ആ സമൂഹത്തിന് എന്താ തിരിച്ചു കൊടുക്കുക എന്നുള്ള ചോദ്യമുണ്ട്. ഇത് ഒരായുസ് കൊണ്ടൊന്നും വീട്ടാൻ പറ്റുന്ന കട അല്ല. ഇതാണ് എൻ്റെ വലിയ പ്രശ്നം. ഞാൻ അനുഭവിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള സംഘർഷം ഇതാണ്. ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ച് കൊടുക്കുക? അങ്ങനെ ഒരു നിലപാടിൽ നിന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ സമൂഹം ഒരു കുഴിയിൽ വീഴാൻ പോകുമ്പോൾ അവിടെ കുഴിയുണ്ട് എന്ന് പറയാന്നുള്ളത് ധൈര്യമൊന്നുമല്ല, അത് കടമയാണ്, നമ്മൾ ചെയ്യേണ്ട പണിയാണ്. അതാണ് പലപ്പോഴും ഈ തരത്തിലുള്ള ഇടപെടലുകളിലേക്ക് പോകുന്നത്. വലിയ അപകടം പിടിച്ച കാര്യമാണ്. നിങ്ങളുണ്ടാക്കുന്ന മുറിവ് എല്ലാ കാലത്തേക്കുള്ള മുറിവാണ്. നിങ്ങളൊരു മല ഇല്ലാതാക്കുന്ന സമയത്ത്, അത് ഒരു മല നിൽക്കുന്ന സ്ഥലം മാറ്റി അതൊരു വലിയ കുഴിയാക്കി മാറ്റുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് നാളെ നേരെയാക്കാൻ പറ്റില്ല. ഇത് തിരിച്ചൊരു മല അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. ആ സമയത്ത് നിങ്ങളിത് എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്താലും ആ സ്ഥലവും നശിക്കും, ഈ സ്ഥലവും നശിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിട്ട് മാറും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എൻ്റെ ആയുസിലാവാം, ചിലപ്പോൾ ആയുസിന് ശേഷമാവാം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ശാസ്ത്രജ്ഞരെ മുൻകൂട്ടി പറഞ്ഞിട്ടില്ല, ഇങ്ങനൊരു അപകടം ഉണ്ടാവും എന്ന് എന്തുകൊണ്ടാണ് സമൂഹത്തോട് കേരളത്തിലെ ശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടില്ല എന്നൊരു കാലത്ത് സാധാരണ ജനത ചോദിക്കുക ചെയ്യും. ആ ചോദിക്കുമ്പോൾ എനിക്ക് തല താത്തി നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രശ്നം. പക്ഷെ ഒരു കുഴിയുണ്ട്, ആ കുഴി പറ്റി അപകടമുണ്ട് എന്ന് ജാഗ്രത കൊടുക്കുന്ന സമൂഹത്തിന്റെ ഒരു ഭാഗം തിരിച്ചു കുഴിയിലേക്ക് തള്ളിവിടുന്നൊരു റെസ്പോൺസ് ഉണ്ടാവുമ്പോൾ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവില്ലേ വ്യക്തിതലത്തിലെങ്കിലും? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും. അത് പക്ഷേ വളരെ ഫണ്ടമെൻ്റലായിട്ട് അതിൽ നിന്ന് പൈസ കിട്ടുന്നത്, കാരണം ഇതെല്ലാം തന്നെ സാമ്പത്തിക സംവിധാനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ
ആ തരത്തിൽ വലിയ തോതിൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ലാഭത്തെ കുറയ്ക്കാൻ സാധ്യതയുള്ള ആശയങ്ങളോട് അവർക്ക് പടപൊരുതി തന്നെ വേണ്ടി വരും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഗോവയിൽ ക്ലോദ് അൽവാരിസ് ഒരിക്കൽ നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയായിരുന്നു, ഗോവയിൽ നിന്ന് ഖനനം ചെയ്തുകൊണ്ട് പോയ വിഭവങ്ങളുടെ മൂല്യം ഗോവയിലുള്ള മനുഷ്യർക്ക് വീതിച്ചു കൊടുക്കുകയായിരുന്നെങ്കിൽ ഗോവയിലെ മനുഷ്യർ ഇന്ന് ലോകത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള മനുഷ്യരായി മാറും. പക്ഷെ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. അത് ചില വ്യക്തികളുടെ മാത്രം പണമായിട്ട് മാറുക ചെയ്യും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വിഭവങ്ങൾ എല്ലാ മനുഷ്യരുടേതായി മാറാത്തത്? എന്തുകൊണ്ടാണ് ചില ആളുകളുടെ മാത്രമായിട്ട് മാറുന്നത്? ഇങ്ങനെയുള്ള വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉന്നയിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇത് സമൂഹത്തിൻ്റെ മൊത്തം സ്വത്താണല്ലോ. എന്തുകൊണ്ടാണ് ഒരാൾ മാത്രമേ വിഭവങ്ങൾ എടുക്കുന്ന സമയത്ത് അവിടെ ചുറ്റുപാടും ജീവിക്കുന്ന മനുഷ്യർക്ക് മുഴുവൻ കുടിവെള്ളം ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? നിറയെ പൊടിപടലം പിടിച്ചിട്ട് ആളുകൾക്ക് ശ്വാസകോശ രോഗങ്ങളുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ അവിടുന്ന് കുടിവഴിഞ്ഞു പോകേണ്ട ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ചില കാര്യങ്ങൾ തീരുമാനം എടുക്കുന്ന സമയത്ത് ഒരിത്തിരി പോലും ശാസ്ത്രീയമായിട്ടുള്ള ചിന്ത അതിൻ്റെ പുറകിൽ പോകാത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ലളിതമായ ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അത് ചോദിക്കുക എന്നുള്ളത് ഒരു ശാസ്ത്രജ്ഞ എന്ന നിലയ്ക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്.